Good morning, my dear students, and we can go to the next class of business management. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലീഡർഷിപ്പിൻ്റെ ഒരു ഡെഫിനിഷൻ പഠിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. കോൺസ് ആൻഡ് ഓഡോണലിൻ്റെ ഒരു ഡെഫിനിഷൻ പഠിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. ലീഡർഷിപ്പ് ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ലീഡർഷിപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസും ആണ് എന്ത് ചെയ്യാനുള്ളത്, നോക്കാനുള്ളത്. ആരാണ് ലീഡർ എന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ബട്ട് അറ്റ് ദി സെയിം ടൈം ദിസ് ലീഡർഷിപ്പ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ഓഫ് എ മാനേജർ ആൻഡ് ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ടു ബി പെർഫോംഡ് ആസ് പാർട്ട് ഓഫ് ഡയറക്ഷൻ ബൈ ദ മാനേജർ അല്ലേ. ഡയറക്ഷൻ്റെ ഭാഗമായി മാനേജർ പെർഫോം ചെയ്യേണ്ടി വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫങ്ഷനാണ് എന്തെന്ന് പറയുന്നത്, ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. And the manager should have a leadership quality. Then only he can perform his functions very well. And what is leadership quality? എന്താണ് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത്? മറ്റുള്ളവരെ ലീഡ് ചെയ്യാനായിട്ടുള്ള ഒരു ക്വാളിറ്റി. ലീഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ട സമയത്ത് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനുള്ളതായിട്ടുള്ളൊരു ക്വാളിറ്റി. ആ ഒരു കമാൻഡിങ് പവർ. ആൻഡ് അതേഴ്സ് ഷുഡ് ഓൾസോ ഫോളോ ഹിം. ദാറ്റ്സ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. സാധാരണ ലീഡേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാറുള്ളത് ഫോളോവേഴ്സിനെ കുറിച്ചിട്ടാണ് അല്ലേ. ലീഡേഴ്സിൻ്റെ അനുയായികളെ ഫോളോവേഴ്സ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, പറയാറുള്ളത് അല്ലേ. സാധാരണ മാനേജേഴ്സിനുണ്ടാവുന്നത് ആരാ, സബോർഡിനേറ്റ്സ് ആണ്. അതേസമയം ലീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലീഡേഴ്സിനുള്ളത് ഫോളോവേഴ്സാണ്. ഫോളോവറും സബോർഡിനേറ്റും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ. ഫോളോവറിനെ നമ്മൾ മലയാളത്തിൽ പറയുക എന്താണ്, അനുയായികൾ. അനുയായികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പം ചേർന്ന് നടക്കുന്നവർ അല്ലേ. സബോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീഴേ വർക്ക് ചെയ്യുന്നവർ, താഴെ വർക്ക് ചെയ്യുന്നവരെന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ രണ്ടിൻ്റെയും മീനിങ്ങിൽ വ്യത്യാസമുണ്ട് അല്ലേ. അതേസമയം മാനേജേഴ്സ് എപ്പോഴും ട്രൈ ചെയ്യേണ്ടത്, എന്തിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്യേണ്ടത്, ടു ബിക്കം ലീഡേഴ്സ് ആൻഡ് ടു മേക്ക് ദ ഫോളോവേഴ്സ്. ഫോളോവേഴ്സിന് ഉണ്ടാക്കാനാണ് ആര് ശ്രമിക്കേണ്ടത്, മാനേജേഴ്സ് ശ്രമിക്കേണ്ടത്. അതിന് കഴിയണമെന്നുണ്ടെങ്കിൽ മാനേജേഴ്സിന് ആ നെസസറി ലീഡർഷിപ്പ് ക്വാളിറ്റി വളരെ അത്യാവശ്യമാണ്. ഓക്കെ. മാത്രമല്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു, മോസ്റ്റ് പ്രോബബ്ലി ദിസ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആർ ഇൻബോൺ ക്വാളിറ്റീസ്. ഇൻബോൺ ആയിട്ട് കിട്ടുന്ന ചില ക്വാളിറ്റീസ് ആണ്. അറ്റ് ദി സെയിം ടൈം ഇറ്റ് ക്യാൻ ഓൾസോ ബി അക്വയർഡ് അല്ലേ. അക്വയർ ചെയ്യാനും നമുക്ക് സാധിക്കും ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി. ദർ ആർ സോ മെനി മെത്തേഡ്സ് ടു ഡെവലപ്പ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഇൻ അവർ സെൽസ്. നമുക്ക് ചില മെത്തേഡുകൾ പരീക്ഷിച്ചുകൊണ്ട് നമുക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് സ്വയം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള. അപ്പോൾ മറ്റുള്ളവരെ ഡയറക്റ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് കമാൻഡ്സ് കൊടുക്കാനും, കൊടുക്കുന്ന കമാൻഡ്സ് ക്ലിയർ ആയിട്ട് കൊടുക്കാനും, വളരെ ബ്രീഫായിട്ട് കൊടുക്കാനും, മാത്രമല്ല കൊടുക്കുന്ന കമാൻഡ് ഏതാണോ ആ കമാൻഡിനെ കുറിച്ച് പൂർണ്ണ ബോധ്യത്തോടു കൂടി, അല്ലാതെ അതൊന്നും അറിയാതെ അതിനെക്കുറിച്ചൊന്നും അറിയാതെ നമ്മൾ ഒരിക്കലും കമാൻഡ് കൊടുക്കാൻ പാടില്ല. ഒരു കമാൻഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതെന്തിന്, എങ്ങനെ, ആർക്ക്, എപ്പോൾ എന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കുന്ന വ്യക്തിക്ക്, അതായത് ലീഡർക്ക് കൃത്യമായിട്ടുള്ളൊരു ബോധ്യം ഉണ്ടായിരിക്കണം അല്ലേ. അതുപോലെ തന്നെ മറ്റുള്ളവരോട് പറയുന്നത്, ഇപ്പോൾ ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം ഹി ഷുഡ് ബി എ മോഡൽ അല്ലേ. ലീഡർ എന്ന് പറയുന്നത് മോഡലായിരിക്കണം, അയാളുടെ ഫോളോവേഴ്സിനുള്ള മോഡലായിരിക്കണം. അയാൾ ചെയ്യാത്ത കാര്യം അയാൾ ഒരിക്കലും ചെയ്യാനായിട്ട് മറ്റുള്ളവരോട് ആവശ്യപ്പെടരുത് അല്ലേ. അയാൾ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം മാത്രമേ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് അയാൾ ശ്രമിക്കാൻ പാടുള്ളൂ അല്ലേ. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില ക്വാളിറ്റീസാണ് ആർക്ക് വേണ്ടത്, ലീഡേഴ്സിന് വേണ്ടത്. മാത്രമല്ല എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടുള്ള നോളജ് അപ്ഡേറ്റ് ചെയ്യാനും അതിനനുസരിച്ച് മറ്റുള്ളവർക്ക് ഇൻഫർമേഷൻ കൊടുക്കാനുള്ളൊരു കഴിവ് ലീഡേഴ്സിന് ഉണ്ടായിരിക്കണം. അതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ എന്താ പറയുക, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള നോളജുകൾ വെച്ചിട്ട് ഒരിക്കലും നമുക്ക് മറ്റുള്ളവരെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, ഗൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ. എപ്പോഴും ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈഡായിരിക്കണം, മോട്ടിവേറ്റർ ആയിരിക്കണം അല്ലേ, ഫ്രണ്ടായിരിക്കണം, കാര്യങ്ങൾ തുറന്നു പറയാനായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കണം. അയാൾ ഒരിക്കലും അരഗൻ്റ് ആവാനായിട്ട് പാടില്ല. എപ്പോഴും എന്താ പറയുക, എപ്പോഴും ദേഷ്യത്തോടു കൂടി പെരുമാറുന്ന ആളാവാൻ പാടില്ല. എപ്പോഴും ആ ഒരു ലിസണിങ് കപ്പാസിറ്റി ലീഡേഴ്സിന് അത്യാവശ്യമാണ് അല്ലേ. ലിസണിങ്, മറ്റുള്ളവരെ ലിസൺ ചെയ്യാനായിട്ടുള്ളൊരു കപ്പാസിറ്റി, മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ടുള്ളൊരു കപ്പാസിറ്റി തീർച്ചയായിട്ടും ആര് കാണിച്ചിരിക്കണം, ലീഡേഴ്സ് കാണിച്ചിരിക്കണം. സോ ഇതൊക്കെയാണ് ലീഡർഷിപ്പിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുള്ളത്,
പറയാനായിട്ടുള്ളത്. ആൻഡ് ദർ ആർ സം കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ യുവർ സിലബസ് ഫോർ ദിസ് ലീഡർഷിപ്പ്. കോമൺ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് യു ഹാവ് ടു സ്റ്റഡി ഇറ്റ് വെരി വെൽ. The first characteristic is that leadership is a characteristic ability found in man to inspire the devotion and obedience of others. It's a characteristic ability. സാധാരണ രീതിയിൽ ഒരു മനുഷ്യൻ്റെ ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു ക്വാളിറ്റിയാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. എന്തിന് മനുഷ്യൻ്റെ ആ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് മറ്റുള്ളവരുടെ ആരാധന ഏറ്റുവാങ്ങാനും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഫോളോ ചെയ്യാനുമുള്ളൊരു മാതൃകയായിട്ട് പ്രവർത്തിക്കാനുള്ള ചില ബേസിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചിലവരിൽ ഉണ്ടാവും അല്ലേ. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ആരായിട്ട് മാറും, ലീഡേഴ്സായിട്ട് മാറും. നേരത്തെ ഞാൻ പറഞ്ഞു അത് ചിലർക്ക് ആ ഇൻബോൺ ക്വാളിറ്റി ഉണ്ടാവും. പക്ഷെ മറ്റു ചിലരത് ഇൻബോൺ ആയിട്ടില്ലെങ്കിലും അത് അവർ അക്വയർ ചെയ്യുന്നതായിരിക്കാം, സാഹചര്യങ്ങളിൽ നിന്നും അവരുടെ ഫാമിലിയിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ അവർ പഠിക്കുന്ന സ്കൂളിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ കോളേജുകളിൽ നിന്നായിരിക്കാം അത് അവരെന്ത് ചെയ്യുന്നു, അക്വയർ ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ക്യാരക്ടറിൻ്റെ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ദർ ഇസ് എ two-way traffic between the leader and his followers. The leader who influences the followers in turn influenced by them also. Okay, there is also always a two-way traffic. Two-way traffic means ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു ഇൻഫ്ലുവൻസ്. വെൻ ദ ലീഡർ ഈസ് ഇൻഫ്ലുവൻസിങ് ഹിസ് ഫോളോവേഴ്സ്, ദ ഫോളോവേഴ്സ് ഇൻ ടേൺ ഇൻഫ്ലുവൻസസ് ദ ലീഡർ ഓൾസോ അല്ലേ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇൻഫ്ലുവൻസ്, അതുകൊണ്ടാണ് two-way traffic എന്നുള്ള വാക്ക് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് ലീഡർഷിപ്പ് ഡിമാൻഡ്സ് എ ഹൈ ക്വാളിറ്റി ഓഫ് ബിഹേവിയർ ടു ദി ഫോളോവേഴ്സ്. ഹൈ ക്വാളിറ്റി ബിഹേവിയർ ലീഡർ ആവണം എന്നുണ്ടെങ്കിൽ ബിഹേവിയർ ഷുഡ് ബി വെരി ഗുഡ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ഓഫ് ഹൈ ക്വാളിറ്റി. നല്ല ക്വാളിറ്റിയുള്ള നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, കാണിക്കാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് articulating a vision and then directing and motivating the subordinates towards the actualization of that vision. So here we are giving importance to two important processes of leadership, and they are, first one is articulating of vision and next one is actualization of vision. And what is articulating a vision? What is vision? Vision means സ്വന്തമായിട്ടുള്ളൊരു സ്വപ്നം അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട്. ആ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കേണ്ടതും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു സങ്കല്പവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം. അല്ലാതെ ഒരു ബോധ്യവുമില്ലാതെ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് നടപ്പിലാക്കേണ്ടത് എന്നുള്ളൊരു ബോധ്യവുമില്ലാതെ ലീഡേഴ്സിന് ഒരിക്കലും എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, സബോർഡിനേറ്റ്സിനെ ഡയറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരു നല്ലൊരു ലീഡർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ആർട്ടിക്കുലേഷൻ ഓഫ് വിഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അറ്റ് ദി സെയിം ടൈം ആ വിഷനെ വെറുതെ സ്വപ്നം കണ്ട് നടക്കുക മാത്രമല്ല ചെയ്യേണ്ടത്. ആ വിഷൻ ഷുഡ് ബി ഡയറക്റ്റഡ് ആൻഡ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഫോളോവേഴ്സ്. ഫോളോവേഴ്സിനോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ടായിരിക്കണം, ലീഡേഴ്സിനുണ്ടായിരിക്കണം. ആൻഡ് അറ്റ് ദ സെയിം ടൈം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദം ഹി ഷുഡ് ബി ഏബിൾ ടു ആക്ച്വലൈസ് ദാറ്റ് വിഷൻ. അത് ആക്ച്വലൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം, അതിനെ പ്രാവർത്തികമാക്കാൻ അല്ലെങ്കിൽ അതിനെ നടപ്പിലാക്കാൻ അല്ലേ. നമ്മൾ കാണുന്ന ഒരു സ്വപ്നത്തിന്, നമ്മൾ കാണുന്ന ഒരു വിഷനെ നടപ്പിലാക്കാനും ഉള്ള ആ ഒരു ചങ്കൂറ്റം, അതിനുള്ള ഒരു ധൈര്യം, ഡിസിഷൻ എടുക്കാനായിട്ടുള്ളൊരു കഴിവ് ആർക്കുണ്ടായിരിക്കണം, ലീഡേഴ്സിന് ഉണ്ടായിരിക്കണം. ആൻഡ് അറ്റ് ദി സെയിം ടൈം leadership is the process of guiding and influencing the people to do their best for the attainment of organizational objectives. And a good leader should be able to identify the best effort of their own subordinate or his own subordinate. Subordinateന്റെ ഏറ്റവും നല്ല കഴിവ് അല്ലെങ്കിൽ മാക്സിമം എക്സ്റ്റെൻറ്റ് ഓഫ് ആ ഒരു കപ്പാസിറ്റി തിരിച്ചറിയാനുള്ള കഴിവ് ആർക്കുണ്ടായിരിക്കണം, ലീഡേഴ്സിനുണ്ടായിരിക്കണം. ആൻഡ് ഹി ഷുഡ് ഓൾസോ ട്രൈ ടു യൂട്ടിലൈസ് ഇറ്റ് ടു ദ മാക്സിമം.
ഓക്കെ, ആ ഒരു മാക്സിമം കഴിവ് അയാളിൽ നിന്നും പുറത്തെടുക്കാനായിട്ട് സാധിക്കണം ആർക്ക്? നല്ലൊരു ലീഡറിന്. അപ്പോൾ അത് അത്രയും സബോർഡിനേറ്റ്സിനെ അടുത്തറിയുന്ന, സബോർഡിനേറ്റ്സിനെ മനസ്സിലാക്കുന്ന ആളായിരിക്കണം ആരെന്ന് പറയുന്നത്? ലീഡർ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ലീഡർഷിപ്പ് ഈസ് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്. സംടൈംസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് സിറ്റുവേഷണൽ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻബോൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കാം, അക്വേർഡ് ആയിരിക്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. സംടൈംസ് ഇറ്റ് മേ ബി ഓൾസോ സിറ്റുവേഷണൽ. ആൻഡ് വാട്ട് യു മീൻ ബൈ സിറ്റുവേഷണൽ? ഇൻ സർട്ടൺ സിറ്റുവേഷൻ സം പേഴ്സൺസ് ബിക്കം ലീഡേഴ്സ്. ചില സിറ്റുവേഷനുകളിൽ, എമർജൻസീസിൽ ചിലരെന്തായിട്ട് മാറുന്നു? ലീഡേഴ്സായിട്ട് മാറുന്നു. ബിക്കോസ് ദർ ഈസ് നോ അതർ പോസിബിലിറ്റീസ്, no other way, so that one become the leader and ലീഡറായിട്ട് മാറും. അപ്പോൾ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ചിലർക്കെങ്കിലും നല്ലൊരു ലീഡർ ആവാനായിട്ട് സാധിക്കുന്നത് അവർക്ക് കിട്ടുന്ന സാഹചര്യങ്ങളാണ്, അവർക്ക് കിട്ടുന്ന എക്സ്പീരിയൻസുകളാണ്, അവരായിരിക്കുന്ന സിറ്റുവേഷൻസ് ആണ്. ഓക്കെ, സോ ഇറ്റ്സ് ഓൾസോ എ സിറ്റുവേഷണൽ ഫാക്ടർ. ആൻഡ് നെക്സ്റ്റ് വൺ, ഇറ്റ് ഇൻവോൾവ്സ് ദ ക്വാളിറ്റി ഓഫ് ഷെയറിങ് ആൻഡ് കെയറിങ് between the leader and his followers. If a good leader, he should take care as well as he should share all the things with his followers. At the same time, there should be the same kind of treatment from the part of followers also towards the leaders. Okay, and so that's next important character. Sharing and caring. കാര്യങ്ങൾ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കെയർ ചെയ്യാനും, അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യപ്പെടാനും ഷെയർ ചെയ്യപ്പെടാനുമായിട്ടുള്ളൊരു സാഹചര്യമാണ് ലീഡർഷിപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? മനസ്സിലാക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ലീഡർഷിപ്പ് ഈസ് ഓൾ അബൌട്ട് ആൻറ്റിസിപ്പേഷൻ, കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ ആൻഡ് ആക്ഷൻ. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ആൻറ്റിസിപ്പേഷനാണ്. ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർസീ ചെയ്യുക, ഫോർകാസ്റ്റ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി സം ടോട്ടലാണ് എന്തെന്ന് പറയുന്നത്? ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വി ക്യാൻ സീ ദ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് എഫക്റ്റീവ് ലീഡർഷിപ്പ്. എഫക്റ്റീവ് ലീഡർഷിപ്പിൻ്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആൻഡ് ദർ ആർ മെയിൻലി 13 ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ലീഡർഷിപ്പ്. 13 പ്രിൻസിപ്പിൾസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ വി ക്യാൻ സീ ഇറ്റ് വൺ ബൈ വൺ. ഫസ്റ്റ് വൺ ഈസ് ബി എ ലീഡർ ആൻഡ് നോട്ട് എ വിക്ടിം. Be a leader and not a victim. The first principle says that always you should be a leader and should not be a victim of the situations. എപ്പോഴും ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം ലീഡർ തന്നെ ആയിരിക്കണം, ഒരിക്കലും വിക്റ്റിം ആവരുത്. വിക്റ്റിം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാം? ഇര എന്ന് നമ്മൾ പറയും. ആൻഡ് കുറച്ചും കൂടി നമ്മൾ അത് ആലങ്കാരികമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ not be a scapegoat. And what do you mean by scapegoat? എന്താണ് scapegoat എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ do you know what is scapegoat? scapegoat എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയോ? scapegoat എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലിയാടെന്ന് കേട്ടിട്ടുണ്ടോ? അല്ലേ, പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്, മലയാളത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്. അതിന് ബലിയാടായി തീർന്നു, അല്ലേ? ആ ഒരു ഇതിൻ്റെ ആ ഒരു സിറ്റുവേഷൻ്റെ മോശം എഫക്റ്റ് കിട്ടുന്ന ഒരവസ്ഥ, അതാണ് ബലിയാട് എന്ന് പറയുന്നത്, അതാണ് സ്കേപ്പ് ഗോട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ലീഡേഴ്സിനെ എന്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും ലീഡേഴ്സിനെ കുറ്റം പറയുന്ന, ലീഡറാണ് എല്ലാത്തിനും കുഴപ്പം, അല്ലെങ്കിൽ കുഴപ്പക്കാരൻ, മോശക്കാരൻ എന്നുള്ളൊരു രീതിയിലേക്ക് ഒരിക്കലും പോവാനായിട്ട് പാടില്ല. അത് ലീഡർ തന്നെയാണ് ആദ്യം തന്നെ അത് ശ്രമിക്കേണ്ടത്. അല്ല, ലീഡർ എപ്പോഴും ആ ലീഡറിൻ്റെ പൊസിഷനിൽ തന്നെ നിൽക്കണം. ആൻഡ് ഹി ഷുഡ് ബി ഏബിൾ ടു അലോക്കേറ്റ് ഓൾ ദ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ടു അതേഴ്സ്. അറ്റ് ദ സെയിം ടൈം ഹി ഷുഡ് ഗീവ് ദ നെസസറി ഡയറക്ഷൻ ആൻഡ് ഹി ഷുഡ് ഓൾസോ ഗെറ്റ് ദ ഫീഡ്ബാക്ക് ഫ്രം ദി ഫോളോവേഴ്സ്. ആൻഡ് ഹി ഷുഡ് എന്താ പറയുക, അറ്റ് ദ സെയിം ടൈം ഹി ഷുഡ് ബി ഏബിൾ ടു മാനേജ് ദ സിറ്റുവേഷൻ. I should not become a scapegoat and should not become the victim of the situation, and should not permit others to blame him as the scapegoat or
വിക്ടിം. ഒരിക്കലും അങ്ങനെ ബ്ലെയിം ചെയ്യാനായിട്ടുള്ള ഒരു അവസരം മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാനായിട്ട് പാടില്ല, കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അവിടെ പറയുന്ന ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ആൻഡ് ദ സെക്കൻഡ് പ്രിൻസിപ്പിൾ ഈസ് ദാറ്റ് beware of your blind spots. Blind spot. And what do you mean by blind spot? Blind spot means the weaknesses. The leader should be able to identify the weaknesses of himself or herself. Weaknesses may be, there are so many weaknesses like എന്താ പറയുക, പെട്ടെന്ന് ദേഷ്യം വരിക, ഈസിലി എന്താ പറയുക, മറ്റുള്ളവരുടെ അടുത്ത് ദേഷ്യപ്പെടുക, അതുപോലെ തന്നെ മറ്റുള്ളവരോട് കാര്യം പറയുമ്പോൾ എന്താ പറയുക, ഒരു ഷൈ ആവുക, മറ്റുള്ളവരോട് ഡയറക്റ്റായിട്ട് ഇന്നത് ചെയ്യണമെന്ന് പറയാനായിട്ട് സാധിക്കാതിരിക്കുക, ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള പ്രകൃതി ഉണ്ടായിരിക്കുക. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ലീഡർഷിപ്പിന് നേരെ ഓപ്പോസിറ്റാണ്. അതൊക്കെ ബ്ലൈൻഡ് സ്പോട്ടുകളാണ്. ആ ബ്ലൈൻഡ് സ്പോട്ടുകൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിനെ നമ്മൾ എന്താക്കാനായിട്ട് ശ്രമിക്കണം, അത് നമ്മുടെ സ്ട്രെങ്ത് ആക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കണം. അത് ഒരു ലീഡർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ആ ഒരു എഫക്റ്റീവ് ലീഡർഷിപ്പ് ചെയ്യാനായിട്ട് നമുക്ക് തടസ്സം നിൽക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഈസിലി അത് തിരുത്താനായിട്ട് സാധിക്കും, മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് ടേക്ക് കെയർ ഓഫ് ഇമ്പോർട്ടൻറ്റ് relationships. It's very important. Relationships are very important. Personal or impersonal relationships are always very important for a leader. ലീഡറെ സംബന്ധിച്ചിടത്തോളം ആ ഒരു റിലേഷൻഷിപ്പിന് പ്രാധാന്യം കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആൻഡ് ദർ ഇസ് എ ചൈനീസ് പ്രോവേർബ്, ഒരു ചൈനീസ് പ്രോവേർബിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഇഫ് യു വാണ്ട് 1 year's prosperity, grow grain. And if you want 10 years prosperity, grow trees. If you want 100 years of prosperity, grow people, and you should know your people and look out for their well-being. എന്തായാലും മനസ്സിലായോ? മനസ്സിലാക്കാനായിട്ട് വലിയ കാര്യങ്ങളൊന്നും അതിൽ പറയുന്നില്ല. ഒരു കാര്യമാണ് അതിൽ പറയുന്നത്, റിലേഷൻഷിപ്പിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. എപ്പോഴും നിങ്ങൾ ഒരു വർഷത്തെ പ്രോസ്പെറിറ്റി മീൻസ് ആ ഒരു സമൃദ്ധി അല്ലേ, ഒരു വർഷത്തെ പ്രോസ്പെറിറ്റിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ധാന്യങ്ങൾ വിളയിക്കൂ. ഇനി ഒരു 10 വർഷത്തെ പ്രോസ്പെറിറ്റിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ മരങ്ങൾ വളർത്തൂ. ഇനി എണ്ണിയാൽ ഒടുങ്ങാത്ത അല്ലെങ്കിൽ ഒരു 100 yearsന്റെ പ്രോസ്പെറിറ്റിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആരെ വളർത്താനാണ് പറഞ്ഞിരിക്കുന്നത്? മനുഷ്യരെ വളർത്തൂ. മനുഷ്യരെ എന്ന് പറയുമ്പോൾ ഇവിടെ മനുഷ്യർക്ക് എല്ലാം കൊടുത്ത് വളർത്താനല്ല ഉദ്ദേശിക്കുന്നത്, ബന്ധങ്ങളെ വളർത്തൂ അല്ലേ, ബന്ധങ്ങളെ വളർത്തുക. ബന്ധങ്ങൾ ഒരിക്കലും മുറിഞ്ഞു പോകാതെ സൂക്ഷിക്കേണ്ടത് ഒരു ലീഡറിൻ്റെ മാത്രമല്ല, എല്ലാവരുടെയും കടമ തന്നെയാണ്. എങ്കിലും എസ്പെഷ്യലി ലീഡർ, കാരണം ലീഡർക്കാണ് പലപ്പോഴും ഇതുപോലുള്ള എന്താ പറയുക ഡയറക്റ്റ് കമാൻഡ്സ് ഒക്കെ കൊടുക്കേണ്ടതായിട്ടുള്ള, ഡയറക്ഷൻസ് ഒക്കെ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അത് മറ്റുള്ളവരെ മുറിപ്പെടുത്താനോ ഹർട്ട് ചെയ്യാനോ ഒരിക്കലും ശ്രമിക്കാനായിട്ട് പാടില്ല. അത് അങ്ങനെ അല്ലാതെ എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ടാക്ടിക്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് balance short and long term results. It's very important. Short term results and long term results. And what is the importance of short term and long term results? Is it necessary or I think it will be important to concentrate only in long term results, isn't it? അങ്ങനെ തന്നെയാണോ, അതോ നമ്മൾ ഷോർട്ട് ടേം റിസൾട്ട്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കണോ? ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ലോങ് ടേം റിസൾട്ട്സും ഉണ്ട്, ഷോർട്ട് ടേം റിസൾട്ട്സും ഉണ്ട് ഇല്ലേ? അതേതൊക്കെയാണ് ലോങ് ടേം റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ, 6 സെമസ്റ്റർ ഡിഗ്രിയുടെ കഴിഞ്ഞു, 6 സെമസ്റ്റർ കഴിഞ്ഞ് നിങ്ങളത് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്തിട്ട് പാസ്സായി. സോ ദാറ്റ് ഈസ് ലോങ് ടേം റിസൾട്ട്. അതേസമയം അതിൻ്റെ ഇടയിൽ ഇപ്പോൾ 3 വർഷങ്ങളിലാണ് 6 സെമ്മുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ 3 വർഷങ്ങളിലും ചെറിയ ചെറിയ ഇൻറ്റേർണൽ പരീക്ഷകളും സെമിനാറുകളും അസൈൻമെൻറ്റുകളും ഒക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ ഷോർട്ട് ടേം ആണ്.
അല്ലെ. ഇന്റേണൽസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അസൈൻമെന്റ് എന്ന് പറയുന്നത്, സെമിനാറുകൾ എന്ന് പറയുന്നത് ഷോർട്ട് റൺ ആണ്, ഷോർട്ട് ടേം റിസൾട്ട്സ് ഉണ്ടാക്കുന്നതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ എത്രത്തോളം നമുക്കതിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. യൂഷ്വലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇന്റേണൽസ് അപ്പിയർ ചെയ്യാത്ത, അസൈൻമെന്റ് മര്യാദയ്ക്ക് ചെയ്യാത്ത, സെമിനാർ ഒട്ടും ഗൗരവത്തിലെടുക്കാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അത് ആ ലോങ് ടേം റിസൾട്ട് അക്വയർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. ഇതൊന്നും ചെയ്യാത്തൊരു വ്യക്തിക്ക് 100% റിസൾട്ട് ലോങ് റണ്ണിൽ ഉണ്ടാവും എന്ന് പറയുന്നത് അത് വളരെ എക്സ്ട്രാordinary ആണ്, റെയർ കേസിൽ മാത്രം സംഭവിക്കുന്നതാണ് അല്ലേ. അല്ലാത്തവരുടെ ജനറൽ ആയിട്ടുള്ള കാര്യം എന്താണ്? ഈ ഷോർട്ട് ടേം റിസൾട്ടുകളാണ് എവിടെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നത്? ലോങ് ടേം റിസൾട്ടുകൾ. അത് തന്നെയാണ് നമുക്ക് ഓർഗനൈസേഷനിലും കാണാനായിട്ട് സാധിക്കുക. ലീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഹി ഷുഡ് ബി ഏബിൾ ടു കോൺസെൻട്രേറ്റ് ബോത്ത് ഇൻ ഷോർട്ട് ടേം ആസ് വെൽ ആസ് ഇൻ ലോങ് ടേം റിസൾട്ട്സ് അല്ലെ. കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, ഗോൾസ് അറ്റൈൻ ചെയ്യുന്ന സമയത്ത് ഷോർട്ട് ടേം ഗോൾസിനും ലോങ് ടേം ഗോൾസിനും ഒരേപോലെ എന്ത് കൊടുത്തിരിക്കണം? പ്രാധാന്യം കൊടുത്തിരിക്കണം. കൊടുത്തെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചൊരു റിസൾട്ടിലേക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ? എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് know and live your mission. Know your mission as well as you live your mission. അതായത് നിങ്ങളുടെ ദൗത്യം എന്താണ്? ഒരു ലീഡർ എന്നുള്ള നിലയ്ക്ക് എന്താണ് നിങ്ങളുടെ ദൗത്യം, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ളൊരു അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അല്ലേ. ഒരു ലീഡർ ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് വിങ്ങിൻ്റെ ഒരു ലീഡർ ആണെന്നുണ്ടെങ്കിൽ ആ മാർക്കറ്റിംഗ് വിങ്ങിൽ എന്തൊക്കെയാണ് പുതിയ പുതിയ ട്രെൻഡുകൾ, പുതിയ പുതിയ സ്റ്റൈൽസുകൾ, പുതിയ ഇന്നോവേഷൻസ് എന്തൊക്കെയാണ്, പുതിയ ടെക്നോളജീസ് എന്തൊക്കെയാണെന്ന് അറിയാനും അത് പ്രാവർത്തികമാക്കാനും അതിനനുസരിച്ച് ചെയ്യാനും കഴിവുള്ളൊരു വ്യക്തിയായിരിക്കണം അവിടുത്തെ ലീഡർ എന്ന് പറയുന്നത്, ഓർ മാനേജർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ലീഡർഷിപ്പ് പഠിക്കുന്നത് മാനേജർക്ക് വേണ്ട ഒരു ഗുഡ് ക്വാളിറ്റി എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ അയാൾ ചെയ്യേണ്ട ഒരു ഗുഡ് പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ഗുഡ് ഫങ്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മളിത് എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അപ്പം നിങ്ങളുടെ ആ ഒരു വിഷൻ ആസ് വെൽ ആസ് യുവർ മിഷൻ അത് കൃത്യമായിട്ട് ചെയ്യാനും കൃത്യതയോടുകൂടി ചെയ്യാനും അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ടാവുന്നതിനും അത് പ്രാവർത്തികമാക്കുന്നതിനും കഴിയണം എന്നുള്ളതാണ് അവിടെ പറയുന്ന അടുത്ത പ്രിൻസിപ്പിൾ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് മേക്ക് സൗണ്ട് ആൻഡ് ടൈംലി ഡിസിഷൻ. Sound and timely decision. There are two words used here. Timely decision as well as sound decision. Sometimes it may not be possible to take this timely and sound decisions simultaneously. അല്ലേ, സൗണ്ടും ആയിരിക്കണം അതോടൊപ്പം തന്നെ ടൈംലിയും ആയിരിക്കണം എന്ന് പറഞ്ഞാൽ വളരെ. What do you mean by timely? Timely decision means whenever the leaders are taking the decision, it should be timely or it should be in appropriate time. There should not be any delay in taking decisions. ഒരിക്കലും ഡിലേ വരുത്താനായിട്ട് പാടില്ല. പ്രോപ്പറായിട്ടുള്ള ടൈമിങ്ങിൽ നമുക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരിക്കലും അതിനൊരു ഇനി ടൈമിൽ മാത്രം എടുത്തത് കൊണ്ട് കാര്യമില്ല. എടുക്കുന്ന ഡിസിഷൻ സൗണ്ട് ആയിരിക്കണം. സൗണ്ട് മീൻസ് ഷുഡ് ബി ഗുഡ് ഡിസിഷൻ. ഇറ്റ് ഷുഡ് ബി ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഡിസിഷൻ. Okay, so sound and timely decisions should be taken by the leaders. And next one, be a master communicator. Be a master communicator. And what do you mean by master communicator? The leader should be a master in the communication process. He should know how to communicate with their or with his subordinates. എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ അത് പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. ദർ ആർ ഓറൽ കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ കമ്മ്യൂണിക്കേഷൻസ്, gestural communication is there, and a leader should be able to use all these types of communication, and at the same time he should know the various technologies relevant for communication technologies. Okay, different ആയിട്ടുള്ള communication technologies ഏതാണ്? The usage of social media, the usage of WhatsApp, Facebook and all these things. സോഷ്യൽ മീഡിയകൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെ, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇറ്റ്സ് എൻ ഇൻഫോർമൽ വേ ഓഫ് കളക്ടിങ് ദ ഇംപ്രഷൻസ് ആൻഡ് കളക്ടിങ് ദ സജഷൻസ് ഓഫ് അവർ സബോർഡിനേറ്റ്സ്. സോ ദാറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ആൻഡ് ദർ ആർ സോ മെനി ഡിവൈസസ് യൂസ്ഡ്, ടെലിഫോൺ, fax machines and other digital measures to be used for
communication. അപ്പോൾ അതിലൊക്കെ ഉള്ള ഒരു knowledge, and especially when we are using English as the common language for communication, how it can be used and how it can be properly used, and different words and pronunciation of different words should be അത് ഒരു കറക്റ്റ് ആയിട്ടുള്ള നോളജ് ആർക്കുണ്ടായിരിക്കണം? ലീഡേഴ്സിന് ഉണ്ടായിരിക്കണം. ആൻഡ് നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഇസ് ദാറ്റ് be a great team player. And who is a team player? Team player means a leader should be able to work with a team, work with his subordinates. And team player എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുമായിട്ട് സഹകരിച്ചുകൊണ്ട്, കോപ്പറേറ്റ് ചെയ്തുകൊണ്ട്, കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. ആ ഒരു ഈഗോ ക്ലാഷ്, ആസ് എ ലീഡർ സംടൈംസ് ഹി മേ ഹാവ് എൻ അതോറിറ്റേറ്റീവ് പൊസിഷൻ ഇൻ ദ ഓർഗനൈസേഷൻ, ആൻഡ് അറ്റ് ദ സെയിം ടൈം ആ ഒരു ഈഗോ, ആ ഒരു അതോറിറ്റേറ്റീവ് മെൻറ്റാലിറ്റി ഒരിക്കലും ആരും കാണിക്കാൻ പാടില്ല. ലീഡേഴ്സ് കാണിക്കാൻ, ഗുഡ് ലീഡേഴ്സ് ഒരിക്കലും അതെന്ത് ചെയ്യരുത്, കാണിക്കരുത്. ടീമിനെ മനസ്സിലാക്കാനും ടീമിലുള്ള മെമ്പേഴ്സിൻ്റെ ക്വാളിറ്റി, കപ്പാസിറ്റി അത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് അവരോട് പെരുമാറാനും, ആ ഒന്നും കോൺഫ്ലിക്റ്റുകളില്ലാതെ, ക്ലാഷുകളില്ലാതെ മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കണം. ആൻഡ് യു സീ ഇറ്റ് ഡിഫറെൻ്റ്ലി, ഹെൽപ്പ് മീ അണ്ടർസ്റ്റാൻഡ്. Okay, you see it differently. If you are seeing my command, or if you are interpreting my suggestions or directions in a different manner, help me to understand it. എന്നെ അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ തന്നെ സഹായിക്കുക, അല്ലേ? ഇപ്പം നമ്മൾ പറയുന്ന ഒരു ഡയറക്ഷൻ ഒരു 10 പേരോട് പറയുകയാണെന്നുണ്ടെങ്കിൽ 10 പേര് 10 രീതിയിലായിരിക്കും അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. നമുക്കത് മനസ്സിലാവില്ല അവരെങ്ങനെയാണ് ഇൻ്റർപ്രറ്റ്. നല്ലൊരു ലീഡറാണെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം, എങ്ങനെയാണ് അവർ ഇൻ്റർപ്രറ്റ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരിക്കണം. മാത്രമല്ല അവർക്ക് ആ ഒരു തോന്നലുണ്ടായിരിക്കണം, ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്ന് എൻ്റെ ലീഡറെ ബോധ്യപ്പെടുത്താനുള്ള ആ ഒരു മനസാക്ഷി, ആ ഒരു മനസ്സുകൂടി സബോർഡിനേറ്റ്സിന് ഉണ്ടായിരിക്കണം. ആ ഒരു സാഹചര്യം, അങ്ങനെ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം കൂടി അവിടെ നമ്മൾ തുറന്നു വെക്കണം എന്നുള്ളതാണ് അവിടെ പറയുന്ന 8ാമത്തെ പ്രിൻസിപ്പിൾ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് 9th പ്രിൻസിപ്പിൾ, ദാറ്റ് ഈസ് know yourself and seek self-improvement. Know yourself and seek self-improvement. You should know yourself. What are your qualities and what are your good characters? അല്ലേ, എന്തൊക്കെയാണ് നിങ്ങളുടെ ക്വാളിറ്റീസ്, എന്തൊക്കെയാണ് നിങ്ങളുടെ സ്ട്രെങ്ത്തുകൾ, അല്ലേ? ആൻഡ് യു ഹാവ് ഹേർഡ് അബൌട്ട് SWOT അനാലിസിസ്. SWOT അനാലിസിസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ആൻഡ് SWOT അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താ? SWOT, SWOT, SWOT അനാലിസിസ്. SWOT, S for strength, W for weakness, O for opportunities, and T for threats. It's an organizational analysis method. It can also be applied to leadership also, or leaders also. And we should identify, a leader should identify the strength, we should identify the weaknesses. സ്ട്രെങ്ത്ത് മനസ്സിലാക്കണം, നമുക്ക് എന്തൊക്കെ സ്ട്രെങ്ത്തുകളാണുള്ളത്, അല്ലേ? ചിലപ്പോൾ നല്ല ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്ട്രെങ്ത് ആയിരിക്കാം, അല്ലേ? കാര്യങ്ങളെ നല്ല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സ്ട്രെങ്ത് ആയിരിക്കാം, അല്ലേ? ഒബ്സർവ് ചെയ്യാനായിട്ടുള്ള കഴിവെന്ന് പറയുന്ന ഒരു സ്ട്രെങ്ത് ആയിരിക്കാം. അറ്റ് ദ സെയിം ടൈം വി വിൽ ഹാവ് സർട്ടൺ എന്താ പറയുക, വീക്ക്നെസ്സസ് ഓൾസോ. വീക്ക്നെസ്സസ് എന്ന് പറയുന്നത് എന്താ പറയുക, മറ്റുള്ളവരോട് തുറന്ന് സംസാരിക്കാനായിട്ടുള്ളൊരു കഴിവില്ലാത്തതായിരിക്കാം. നല്ല ക്വാളിറ്റി, നന്നായിട്ട് പറയാനായിട്ടുള്ള കഴിവുണ്ടെങ്കിലും ചിലപ്പോൾ അത് ഓപ്പണായിട്ട് പറയാനായിട്ടുള്ളൊരു കഴിവ് ചിലപ്പോൾ നമുക്കുണ്ടായി എന്ന് വരില്ല, അല്ലേ? ആൻഡ് അപ്പം അങ്ങനെയുള്ള ചില വീക്ക്നെസ്സസുകൾ ഉണ്ടായിരിക്കും. നമ്മുടെ ഓപ്പർച്യൂണിറ്റി, നമുക്കുള്ള അവസരങ്ങൾ, അല്ലേ? നമ്മുടെ ബാക്ക്ഗ്രൗണ്ടുകൾ, നമ്മുടെ സപ്പോർട്ടേഴ്സ്, നമ്മുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി, ഇതൊക്കെ നമ്മുടെ എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ് ആണ്. ആൻഡ് വിൽ ഹാവ് സർട്ടൻ ത്രെറ്റ്സ് ഓൾസോ. മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള ത്രെറ്റ്സ്, ഓർഗനൈസേഷൻ്റെ ഭാഗത്തു നിന്നുള്ള ത്രെറ്റ്സ്. ശരിക്കും ഇത് ഓർഗനൈസേഷണൽ അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. ഇൻഡിവിജ്വൽസിനും അത് എന്ത് ചെയ്യാമെന്ന് മാത്രം, അത് യൂസ് ചെയ്യാമെന്ന് മാത്രം. ആൻഡ് അപ്പം അങ്ങനെയുള്ളൊരു സെൽഫ് ഇവാലുവേഷനും സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനുള്ള മാർഗങ്ങളും, സെൽഫ് അനാലിസിസ്, ഇവാലുവേഷനൊക്കെ പറയുന്നത് എന്നും നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. അത് എസ്പെഷ്യലി അത് ലീഡേഴ്സ് അത് എന്ത് ചെയ്യണം, ഇമ്പ്രൂവ്മെൻറ്റിനുള്ള മാർഗങ്ങൾ അവരെന്ത് ചെയ്യണം, ആരായണം,
അത് അന്വേഷിക്കണം, അത് ഫോളോ ചെയ്യണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ബി ടെക്നോളജിക്കലി ഓർ ടെക്നിക്കലി പ്രൊഫിഷ്യൻറ്റ്. എപ്പോഴും ടെക്നിക്കലി പ്രൊഫിഷ്യൻ്റ് ആയിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ആൻഡ് വാട്ട് ഇൻ ബൈ പ്രൊഫിഷ്യൻസി, ഇവിടെ ആ ഒരു കഴിവുണ്ടായിരിക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ ഒരു പാഠവം അല്ലേ. നമ്മൾ പ്രത്യേകിച്ചും ഒരു ലീഡറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്, ലീഡറായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് തന്നെ ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയർ ഏതാണെന്ന് നമുക്കറിയണം. ഒരു പ്രത്യേക പ്രോഗ്രാമിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാം അത് ഇൻസ്റ്റാൾ ചെയ്യാനും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ നമുക്കറിഞ്ഞിരിക്കണം. അല്ലാതെ നമുക്കൊരിക്കലും മറ്റുള്ളവരെ ലീഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല, ആവശ്യത്തിന് ഡയറക്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ ഒരു ടെക്നിക്കൽ പ്രൊഫിഷ്യൻസി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം. ഏതൊക്കെ ടെക്നിക്കൽ ഫീൽഡുകളിലാണ് നമുക്ക് പോകേണ്ടി വരിക അവിടെയൊക്കെ ഒരു പ്രാവീണ്യം തെളിയിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ലൈൻ വിത്ത് ഇൻറ്റഗ്രിറ്റി. And always you should have the quality of integrity. If you are a good leader, our integrity, അതായത് ആ ഒരു ട്രൂത്ത്ഫുൾനെസ്, ലൈക്ക്വൈസ് ഹോണസ്റ്റി, ഇതിനൊക്കെയാണ് ഇൻറ്റഗ്രിറ്റി എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. എപ്പോഴും സത്യത്തിൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കാൻ, ബാക്കി ചീത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഈവിൾസുകളൊന്നും ചെയ്യാതിരിക്കാൻ അല്ലേ, തിന്മ പ്രവർത്തികളാവുന്നതും ചെയ്യാതിരിക്കാൻ. കാരണം ലീഡേഴ്സിനെ കണ്ടിട്ടാണ് ഫോളോവേഴ്സ് എന്ത് ചെയ്യുന്നത്, അപ്പോൾ അവർക്ക് നല്ല കാര്യങ്ങൾ. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ലീഡർ ഷുഡ് ബി എ ഗുഡ് മോഡൽ, എപ്പോഴും ഒരു മോഡലായിരിക്കണം. അപ്പോൾ ആ നല്ല ക്യാരക്ടറിസ്റ്റിക്സുകൾ, നല്ല ഗുണങ്ങൾ എപ്പോഴും ലീഡേഴ്സിൽ നിക്ഷിപ്തമായിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഓൾവേസ് ബി എ പാർട്ട് ഓഫ് ഇൻറ്റഗ്രിറ്റി ആൻഡ് honesty should be there, truthfulness should be there. So these are the basic qualities of a leader. And the next one is set the example. Set the example. Example means you should be an exemplary leader. Exemplary, അതായത് you should be a model to others. നിങ്ങളെ ഫോളോവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ നോക്കി കാണേണ്ടത് ആരെയാണ്? ലീഡേഴ്സിനെയാണ്. ലീഡറെ കണ്ടു വേണം അവരെന്ത് ചെയ്യാൻ പഠിക്കാൻ അല്ലേ. നമ്മൾ സാധാരണ പാരൻസ് ആയിരിക്കണം കുട്ടികളുടെ മോഡൽസ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. പാരൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, കണ്ട് പഠിക്കുന്നത്. സോ ആ ഒരു എക്സംപ്ലറി ക്യാരക്ടർ കാണിക്കാനായിട്ടുള്ളൊരു ഒരു അവസരം അല്ലെങ്കിൽ അതിനുള്ളൊരു കഴിവാർക്കുണ്ടായിരിക്കണം, ലീഡേഴ്സിന് ഉണ്ടായിരിക്കണം. ഞാൻ ചെയ്യുന്നത് കണ്ടു പഠിച്ചോളൂ എന്ന് പറയാനായിട്ടുള്ളൊരു ചങ്കൂറ്റം അല്ലേ. ഞാൻ ചെയ്യുന്നത് ഒരിക്കലും കണ്ടു പഠിക്കരുത് കേട്ടോ എന്ന് പറയരുത്. അത് പലപ്പോഴും പാരൻസ് പറയാം, ഞാൻ ചെയ്യുന്നത് ചെയ്തോട്ടെ, ഞാൻ ചെയ്യുന്നത് ഒരിക്കലും നിങ്ങൾ കണ്ടു പഠിക്കരുതെന്ന് പറഞ്ഞിട്ട് സർട്ടൻ ദാറ്റ് ദേ വിൽ ഫോളോ ദ പാരൻറ്റ്. അതൊരിക്കലും അവർ ചെയ്യില്ല. കുട്ടികളത് ആരെന്നെയേ ഫോളോ ചെയ്യുള്ളൂ? പാരൻസിനെ തന്നെ ഫോളോ ചെയ്യുള്ളൂ. പഠിക്കരുതെന്നോ അങ്ങനെ വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും ആ ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്തിരിക്കണം, സാധിച്ചിരിക്കണം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് സീക്ക് റെസ്പോൺസിബിലിറ്റി ആൻഡ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ആക്ഷൻസ്. സീക്ക് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഓൾസോ ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദി ആക്ഷൻ. ആൻഡ് ഓൾവേസ് ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം ലീഡർ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാനായിട്ട് സന്നദ്ധരായിട്ടുള്ള ആൾക്കാരായിരിക്കും. അല്ലാതെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും എപ്പോഴും ഒഴിഞ്ഞു മാറാനായിട്ട് അവരൊരിക്കലും എന്ത് ചെയ്യരുത്, ശ്രമിക്കരുത്. അതിന് പകരം റെസ്പോൺസിബിലിറ്റി അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ അല്ലേ, പുതിയ പുതിയ ഉത്തരവാദിത്വങ്ങൾ, പുതിയ ചാലഞ്ചിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു സന്മനസ് ആർക്കുണ്ടായിരിക്കണം, ലീഡേഴ്സിനുണ്ടായിരിക്കണം. മാത്രമല്ല അവർ ചെയ്യുന്ന ആക്ഷൻസിന് അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് ആർക്ക് പറ്റണം, ലീഡേഴ്സിന് പറ്റണം. അതൊക്കെ സബോർഡിനേറ്റ്സിൻ്റെ തലയിലേക്ക് പൊക്കോട്ടെ, ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാമെന്നൊരിക്കലും ലീഡേഴ്സ് എന്ത് ചെയ്യരുത്, വിചാരിക്കരുത്. അറ്റ് ദി സെയിം ടൈം നമ്മൾ ഫസ്റ്റ് പോയിന്റിലൊരു കാര്യം പറഞ്ഞിരുന്നു, യു ഷുഡ് നോട്ട് ബി ബ്ലെയിംഡ് ആസ് എ സ്കേപ്പ് ഗോട്ട്. ഒരിക്കലും സ്കേപ്പ് ഗോട്ടായിട്ട് അല്ലെങ്കിൽ വിക്റ്റിമായിട്ട് ബ്ലെയിം ചെയ്യപ്പെടാൻ സമ്മതിക്കരുത്. അറ്റ് ദി സെയിം ടൈം ചെയ്ത ആക്ഷനുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ട് ആര് തയ്യാറാവുകയും വേണം, ലീഡേഴ്സ് തയ്യാറായി. അതായത് ഒരു ഇൻബിറ്റ്വീൻ ആയിട്ടുള്ളൊരു നിലപാടാണ് അല്ലേ. എടുത്ത ജോലിക്ക് അല്ലെങ്കിൽ ചെയ്ത കാര്യത്തിന് ഉള്ള റെസ്പോൺസിബിലിറ്റി ഞാൻ തന്നെ ഏറ്റെടുക്കുക, എൻ്റെ ഗ്രൂപ്പിൻ്റെ, എൻ്റെ ടീമിൻ്റെ മൊത്തം ഉത്തരവാദിത്വം ഞാൻ തന്നെ ഏറ്റെടുക്കുമെന്നുള്ള
ആ ഒരു നിലപാട് അത് വളരെ നല്ല ഒരു ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ വളരെ നല്ലൊരു സംഭവമാണെന്നാണ് പറയുന്നത്. ആൻസർ ഇറ്റ്സ് എ ലാസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് or 13th principle of leadership, that is seek responsibility and take responsibility for your actions. Okay, so we have studied the important characteristics of leadership, and at the same time important principles of leadership, and now we can see some important attitudes and behavioral patterns of exemplary leader. And in your textbook there is a chart showing the various characters of an exemplary leader. And who is an exemplary leader? A leader who is an example to others. He is known as exemplary leaders. മറ്റുള്ളവർക്ക് എക്സാമ്പിൾ ആയിട്ടുള്ള ലീഡേഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എക്സംപ്ലറി ലീഡേഴ്സ്. അയാൾ കാണിക്കേണ്ട ചില ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഏതൊക്കെയാണ് ക്യാരക്ടേഴ്സ് എന്ന് നമുക്കൊരു 5 ക്യാരക്ടേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ചലഞ്ചസ് ദ പ്രോസസ് ബൈ ടേക്കിംഗ് റിസ്ക്, എക്സ്പ്ലോറിംഗ് ആൻഡ് എക്സ്പെരിമെൻറ്റിംഗ് ന്യൂ വേസ്. എന്ത് ചെയ്യുക? ചലഞ്ചിങ് ദ പ്രോസസ് ബൈ ടേക്കിംഗ് റിസ്ക്. ഇപ്പോൾ നിലവിലുള്ള പ്രോസസ്സുകളെ ചലഞ്ച് ചെയ്യുക, അതിനെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല ക്വാളിറ്റി ഉള്ള ആൾക്കാർക്ക് മാത്രമേ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാനായിട്ട് സാധിക്കും. ബാക്കിയുള്ളവർ സാധാരണ ലീഡേഴ്സ് അല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, നിലവിലുള്ള സാഹചര്യങ്ങളായിട്ട് ഒത്തുചേർന്നിട്ട് എന്ത് ചെയ്യും, പോവും. അതേസമയം ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവർ നിലവിലുള്ള സാഹചര്യങ്ങളെ, നിലവിലുള്ള പ്രോസസ്സുകൾ എന്ത് ചെയ്യും, ചലഞ്ച് ചെയ്യും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ദേ ഷുഡ് ബി, അവരെ സംബന്ധിച്ചിടത്തോളം they will find out the new ways of doing that process, new methods for doing that process. And ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള വാക്ക് എക്സ്പ്ലോറിംഗ് ആൻഡ് എക്സ്പെരിമെൻറ്റിംഗ് ന്യൂ വേസ്. പുതിയ വഴികൾ കണ്ടുപിടിക്കാനും ആ കണ്ടുപിടിച്ച വഴികളെ എക്സ്പെരിമെൻ്റ് ചെയ്യാനും ആർക്ക് കഴിയും? എക്സംപ്ലറി ലീഡർക്ക് കഴിയും. ഇപ്പോൾ 2 കാര്യങ്ങൾ ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞു, ചലഞ്ചിങ് ദ എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻസ്, നെക്സ്റ്റ് വൺ എക്സ്പ്ലോറിംഗ് ആൻഡ് എക്സ്പെരിമെൻറ്റിംഗ് ദ ന്യൂ വേസ്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നു evolves and inspires a shared vision. Evolves and inspires a shared vision. And what do you mean by shared vision? The leader should have a clear vision, and that vision should be shared with the follower, and the follower's feedback should also be collected by the leader. And so that is the shared vision. വിഷനെ കുറിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു ആർട്ടിക്കുലേറ്റിംഗ് ആൻഡ് ആക്ച്വലൈസിങ് എ വിഷൻ. അതുപോലെ തന്നെ ഇവിടെ പറയുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട ക്യാരക്ടറായിട്ട്, എക്സംപ്ലറി ലീഡറിൻ്റെ ക്യാരക്ടറായിട്ട് പറയുന്നു ഇറ്റ് ഇവോൾവ്സ് ആൻഡ് ഇൻസ്പയേഴ്സ്. ഒരു നല്ലൊരു ലീഡർക്ക് ഷെയർഡ് വിഷനെ ഇവോൾവ് ചെയ്യാനും അതിനെ ഇനീഷ്യേറ്റ് ചെയ്യാനും ആൻഡ് അറ്റ് ദി സെയിം ടൈം അതിനെ ഇൻസ്പയർ ചെയ്യാനും വെച്ച് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് പടർത്താനും, ആ വിഷനെ കുറിച്ചിട്ടുള്ള ആ ഒരു ബോധ്യം മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള കഴിവ് ആർക്കുണ്ടാവും? നല്ലൊരു ലീഡർക്ക്, എക്സംപ്ലറി ആയിട്ടുള്ള ലീഡർക്ക് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ, മൂന്നാമത്തെ ക്യാരക്ടറായിട്ട് ഇവിടെ പറയുന്നത് പ്രൊവൈഡ്സ് കൊളാബറേറ്റീവ് എഫേർട്സ് ഫോർ അതേഴ്സ് ടു ആക്ട്. പ്രൊവൈഡ്സ് കൊളാബറേറ്റീവ് എഫേർട്ട്. ഒരാളെയും തളർത്തില്ല എക്സംപ്ലറി ലീഡർ. ആൻഡ് എല്ലാവരെയും വർക്ക് ചെയ്യിപ്പിക്കാൻ പാകത്തിന്, എല്ലാവർക്കും ഒരുപോലെ കോപ്പറേറ്റ് ചെയ്യാൻ, എല്ലാവർക്കും ഒരുപോലെ ഫോളോ ചെയ്യാൻ പാകത്തിന് ഉള്ള ഒരു കൊളാബറേറ്റീവ് അറ്റ്മോസ്ഫിയർ ആരുണ്ടാക്കിയെടുക്കും? എക്സംപ്ലറി ലീഡർ ഉണ്ടാക്കിയെടുക്കും, അല്ലേ? മറ്റുള്ളവർക്ക്, ചിലർക്കെങ്കിലും ചില വീക്ക്നെസ്സുകൾ ഉണ്ടായിരിക്കാം, അവരെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്ത് അവരെ കൊണ്ടുകൂടി മാക്സിമം നല്ല രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് ആർക്ക് പറ്റും? എക്സംപ്ലറി ലീഡർക്ക് സാധിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ, ക്രിയേറ്റ്സ് മോഡൽസ് വിച്ച് അതേഴ്സ് ഫോളോ. എക്സംപ്ലറി ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീസ് എ മോഡൽ വിച്ച് അതേഴ്സ് ക്യാൻ ഫോളോ. മറ്റുള്ളവർക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു മോഡലാണ് ആരെന്ന് പറയുന്നത്? എക്സംപ്ലറി ലീഡർ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, ഹി റെക്കഗ്നൈസസ്, encourages and celebrates the accomplishments of team members.
അക്കംപ്ലിഷ്മെൻറ്റ്, വാട്ട് ഡു യു മീൻ ബൈ അക്കംപ്ലിഷ്മെൻറ്റ്? അക്കംപ്ലിഷ്മെൻറ്റ് മീൻസ് നേട്ടങ്ങൾ അല്ലേ. ടീം മെമ്പേഴ്സിൻ്റെ നേട്ടങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെ റെക്കഗ്നൈസ് ചെയ്യാനും തിരിച്ചറിയാനും അത് എൻകറേജ് ചെയ്യാനും അറ്റ് ദ സെയിം ടൈം അത് സെലിബ്രേറ്റ് ചെയ്യാനും അല്ലേ. വെറുതെ റെക്കഗ്നൈസ് ചെയ്താൽ മാത്രമാവോ അവൻ നന്നായി ചെയ്യുന്നുണ്ട് ശരി ഓക്കെ അത് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കലല്ല, അത് ചെയ്യുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ എൻകറേജ് ചെയ്യാനായിട്ട് പറ്റണം. എൻകറേജ് ചെയ്യുക മാത്രമല്ല അതിൻ്റെ ഒന്നുകൂടി ഒരു മോസ്റ്റ് ആൻഡ് എക്സ്ട്രീം ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ അത് സെലിബ്രേറ്റ് ചെയ്യാനും അല്ലെ. സെലിബ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് ആഘോഷിക്കാനും അല്ലെ. ഇപ്പം നമ്മളൊരു ചെറിയൊരു മീറ്റിംഗ് ഒക്കെ കൂടി അതിൽ വെച്ചിട്ട് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, ഇന്ന ആൾക്ക് ഇന്ന ഒരു നേട്ടമുണ്ടായി, അതിന് നമ്മൾ എന്ത് ചെയ്യാണ്, ആഘോഷിക്കുകയാണ്. സോ ഒരു വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള രീതിയാണെങ്കിൽ കൂടി അതൊരു നല്ലൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ നല്ലൊരു ലീഡറിൻ്റെ എന്താ പറയുക ഒരു ക്യാരക്ടറായിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത് കാണുന്നത്. അപ്പോൾ ടീം മെമ്പേഴ്സിൻ്റെ നേട്ടങ്ങളെയും അവരുടെ കഴിവിനെയും മോട്ടിവേറ്റ് ചെയ്യാനും എൻകറേജ് ചെയ്യാനും തിരിച്ചറിയാന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. തിരിച്ചറിഞ്ഞാലേ നമുക്ക് ബാക്കിയുള്ള എൻകറേജ്മെൻറ്റും മോട്ടിവേഷനൊക്കെ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളല്ലേ. അപ്പം ഇങ്ങനെ 5 കാര്യങ്ങളാണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു എക്സംപ്ലറി ലീഡർക്ക് വേണ്ട പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സുകളായിട്ട് അവിടെ പറഞ്ഞിട്ടുള്ളത്. സോ അപ്പം അതും കൂടി നമുക്ക് ഈ ഒരു ടോപ്പിക്കിനോട് ചേർത്ത് എന്ത് ചെയ്യാം, വായിക്കാം. സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലീഡർഷിപ്പ്, പ്രിൻസിപ്പൽസ് ഓഫ് ലീഡർഷിപ്പ്, അറ്റ് ദി സെയിം ടൈം എക്സംപ്ലറി ലീഡർക്ക് വേണ്ട ക്വാളിറ്റീസ്. ഇത് 3 ടോപ്പിക്കാണ് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത്. ഇനിയും ലീഡർഷിപ്പിൻ്റെ ബാക്കി സംഭവങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ എന്ത് ചെയ്യാം, കാണാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ തിയറീസ് ഓഫ് ലീഡർഷിപ്പ് എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. കുറച്ച് ടഫായിട്ടുള്ളൊരു ടോപ്പിക്കാണ് എങ്കിലും സാറില്ല, നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, സോ വി ക്യാൻ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.